അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറി സെക്കൻഡ് പാർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ആദ്യത്തെ പാർട്ട് കാണാത്തവർ ആദ്യത്തെ പാർട്ട് പോയി കണ്ടിട്ട് വരണം കേട്ടോ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു അലേർട്ട് മെസ്സേജ് വന്നേ, അതാണ് ഈ വീഡിയോ മെയിനായിട്ടും ഡിവൈഡ് ആയി പോകാനായിട്ടുള്ള പാട്ട്. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ കമ്മ കോർപ്പറേഷൻ മെസ്സേജ് വന്നു, സേഫ് ആയി നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് ബൈ ദ വേ. അപ്പോഴാണ് അലേർട്ട് മെസ്സേജ് വന്നു. അങ്ങനെ സ്റ്റക്കായി പോയി. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ സബ്ജക്റ്റീവ് തന്നെ പോകുന്നു. അങ്ങനെ ആൻറ്റിയൊക്കെ കണ്ടു. പിന്നെ വീട്ടുകാർ ജസ്റ്റിയുടെ ചേച്ചിയൊക്കെ എന്നെ ഒഫീഷ്യലി പെണ്ണ് കാണാൻ വന്നു. ഓർമ്മയുണ്ടത്? ജസ്റ്റ് വീട്ടിൽ പറഞ്ഞോ? ഉണ്ണിമേരിയാണ് വീട്ടിൽ പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ വീട്ടുകാർ നോക്കിയപ്പോൾ സാമ്പത്തികപരമായും കുടുംബപരമായും ആരോഗ്യപരമായും ഒന്നും കുഴപ്പമില്ലാത്ത രണ്ട് ഫാമിലി പരസ്പരം അവര് സമ്മതിച്ചു. അത് കഴിഞ്ഞോ ഒന്നും ഓർപ്പിക്കല്ലേ പൊന്നേ. അത് കഴിഞ്ഞോളൂ ഒരു കണ്ടകാര്യം പറയട്ടെ, അത് ഞാൻ പറയും നിങ്ങളുടെ അടുത്ത്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെ വന്നു, ജോലിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു സുഹൃത്തുക്കളെ, കല്യാണം കഴിഞ്ഞു. അങ്ങനെ ജസ്റ്റ് എന്റെ കെട്ടിയവൻ ഒഫീഷ്യലി ആയി അല്ലേ, നമ്മൾ കല്യാണം കഴിച്ചു. അതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഇൻട്രസ്റ്റിംഗ് ആണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഒന്നും മിണ്ടുക പോലും ഇല്ലാത്ത ഈ ജസ്റ്റിനെ ഞാൻ എങ്ങനെ പ്രേമിച്ചു. ജസ്റ്റ് ഒന്നും മിണ്ടുക പോലും ഇല്ലായിരുന്നു ജസ്റ്റ് സ്കൂളിൽ വെച്ചിട്ട്. എന്നോട് മിണ്ടുന്ന എന്തോരം ചെറുക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി തല വെച്ച് കൊടുത്തത് ഈ ശബരി എക്സ്പ്രസിനായിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് ദൈവം ഓരോരുത്തരെ പറഞ്ഞിട്ടുണ്ട് സത്യമായിട്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ ഇപ്പോഴും തമാശയായിട്ട് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല 2 ഡിസിഷൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ നഴ്സിങ്ങിന് പോകാൻ നഴ്സിംഗ് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷനായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നു. 2, ജസ്റ്റിനെ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തത്. ഇത് രണ്ടും എൻ്റെ ബെസ്റ്റ് ഒരു ഡിസിഷനായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട് കേട്ടോ. നീ എന്നെ കുറച്ച് തള്ളിക്കോടാ. എപ്പോഴും അതെ, അതുകൊണ്ട് എനിക്കകത്ത് റിഗ്രറ്റ് ഒന്നുമില്ല. ഓഫ് കോഴ്സ് എനിക്ക് കിട്ടേണ്ട എൻ്റെ ഒരു ബെറ്റർ ഹാഫ് ജസ്റ്റ് തന്നെ. എൻ്റെ എന്താ പറയുന്നേ, ബോൺ അല്ല, ജസ്റ്റിയുടെ ബോണല്ലേ എനിക്ക്. അത് എൻ്റെ ബോൺ ജസ്റ്റിയാണോ? ജസ്റ്റിയുടെ ബോൺ എൻ്റെ ആയിരുന്നു. അത് ദൈവം ഡിസൈഡ് ചെയ്തായിരുന്നു. എന്നെ അല്ല വേറെ ആർക്കും സഹിക്കാൻ പറ്റില്ല. ജസ്റ്റിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലേ ജസ്റ്റി? പറഞ്ഞത് ഞാൻ കൊല്ലും. ഞാൻ അങ്ങനെ പലതും പറയും. നീ പക്ഷെ ആലോചിച്ചും കണ്ടുമൊക്കെ പറയണം കേട്ടോ. മിണ്ടായിരിക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ സത്യമായിട്ട് കേട്ടോ, ഞാൻ ഒന്നും മിണ്ടാത്ത ജസ്റ്റ് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഞാനുമുള്ള കോമ്പിനേഷൻ വളരെ വിചിത്രമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയണ്ടോ, അതൊക്കെ പിന്നെ പറയാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഹാപ്പി എൻഡിങ് ആണ്. പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞാപ്പൂ ഉണ്ടായി, ഒരു ജേടുക്കുട്ടൻ. ഒന്നേ ആയുള്ളൂ. പിന്നെ ആരണ്ടൊക്കെ കമന്റ് ചോദിച്ചു ഒന്നും മതിയോ ലിറ്റിന്നൊക്കെ. തമ്പനെ ഞങ്ങൾക്ക് ഒന്നിനേ തന്നുള്ളൂ. ഞങ്ങൾക്ക് 5-6 പേരെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഇനി സമയമുണ്ടല്ലോ. അപ്പുറത്തിന് സാറിക്ക് പൈസ കറുത്ത് കൊച്ചിനെ കൊടുത്തു. ഞങ്ങൾക്ക് സ്റ്റിൽ ഹോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിന് കൂട്ടുനിന്ന എല്ലാ ചങ്സിനും, ഞങ്ങൾക്ക് ഹംസമായിട്ട് നിന്നവര്, ഞങ്ങളെ കുറിച്ച് തിരക്കിയവര് എല്ലാം ഒത്തിരി പേരെ ഞങ്ങൾ ഈ പാതയിൽ, ടിൻഡു തൊട്ട് ജെറിൻ തൊട്ട് സോജിയച്ചൻ തൊട്ട് ഒത്തിരി പേര്, ഈ എന്താ പറയുന്നത്, ഈവൻ ലിജോപ്പൻ എന്റെ ഇരട്ട പാവം, അതിനകത്ത് അവനെ മെൻഷൻ ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ അറിയാമായിട്ടും എന്നെ ഒരു 30 വെള്ളിക്കാശിന് പോലും അവൻ ഒറ്റിയിട്ടില്ല. അത് ആദ്യം നന്ദി പറയേണ്ട ലിജോപ്പനാട്ടോ. സ്കൂൾ തൊട്ട് ലിജോയ് ഞങ്ങൾ ഇരട്ടകളാണല്ലോ. അപ്പൊ ഞങ്ങൾ 3 പേര് ഒന്നിച്ച് പഠിച്ച. അപ്പൊ ലിജോയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു. പക്ഷെ ലിജോ എന്നെ ഒരിക്കലും ഒറ്റിയിട്ടില്ല. അത് ഇനി ലിജോ ഒറ്റിയിട്ട് മമ്മി ചോദിക്കാനാണോ? ഇല്ല, അവൻ എന്നെ ഒരിക്കലും ഒറ്റിയിട്ടില്ല കേട്ടോ. എന്റെ ഇരട്ട അവൻ എന്റെ ചങ്ക് ബ്രോയാണ്. അവന് പിന്നെ ജസ്റ്റ് ആദ്യമേ കാണണമെന്ന് പറഞ്ഞ ആന്റി മരിച്ചു കേട്ടോ. ലില്ലിയാന്റി മേരിയാന്റി മരിച്ചുപോയി. അങ്ങനെ ആന്റിയാണ് പച്ചക്കൊടി കാണിക്കുന്നത്. നല്ല പയ്യനാടി ജോയി, നല്ല പയ്യനാ, നമ്മുടെ കുടുംബത്തിന് ചേരുന്നവനാ, മിടുക്കനാ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചുവന്ന സ്കോർപ്പിയൊക്കെ റബ്ബർ തോട്ടത്തിനകത്തും കൂടെ വരുന്നത്. മുത്ത് സ്കൂട്ടിയിലും കണ്ട് പോയ വഴി കാണിച്ചെന്ന് തോന്നുന്നല്ലേ? ജസ്റ്റ് വിളിച്ചോണ്ട് വന്നേ. അല്ല വന്ന് ബൈക്കിനല്ല വന്ന്. ആണോ? എന്നാ ബൈക്കൊക്കെ ഓടിക്കാൻ അറിയായിരുന്നോ? ബൈക്കിനാ വന്നേന്ന്. ഞാൻ +2 പക്ഷെ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ അയ്യോ പൊങ്ങി കേട്ടോ, ഒന്ന് സ്വന്തമായിട്ട് പൊങ്ങി. ഞാൻ +2 പഠിക്കുമ്പോൾ പക്ഷെ ജസ്റ്റ് വീടിന്റെ ഫ്രണ്ട് കൂടെ വണ്ടിയെ പോകും, നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ബൈക്കില് അല്ലേ? സ്റ്റിൽ ഞാൻ നോട്ട് ദ പോയിന്റ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. പോയിട്ടില്ല, ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ പോയിട്ടില്ല. സോറി, ജസ്റ്റ് അല്ലാന്ന് വേറെ ആരും.
അത്രയും ദൂരെ ആ വഴി കൂടെ പോകുന്നവരെല്ലാം നോക്കിയിരിക്കാന്ന് പറയാൻ സമ്മതിക്കണമല്ലോ. അത്രയും ദൂരം തന്നെ വൈകിട്ട് പോകുന്നവരൊക്കെ കാണാം. അന്ന് ആ 2-4 വഴിയെല്ലാം ആ ഞാൻ നന്നായിട്ട് നോക്കുമായിരുന്നു. ബൈ ദ വേ സോറി, അന്ന് ബൈക്കിൽ പോകുന്നത് ജസ്റ്റ് അല്ല, വേറെ ആരോ ഇപ്പൊ കുടുംബം. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി. നിങ്ങൾക്ക് ഈ ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ പേജ്, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ പച്ചയ്ക്ക് വിളിച്ച് പറയത്തില്ലേ, ആരും പറയത്തില്ല രഹസ്യങ്ങൾ അല്ലേ. അത്രേ ഉള്ളൂ ഞങ്ങളുടെ തുറന്നു പറച്ചിലുകൾ, അതായിരിക്കും സബ് ടൈറ്റിൽ. അപ്പൊ ശരി, എന്നാ ജസ്റ്റിക്ക് എല്ലാം പറയാനുണ്ടോ? ഇത് മുഴുവൻ ഞാനല്ലേ പറഞ്ഞേ, ആൾക്കാരൊക്കെ ജസ്റ്റ് രൂമയാണ്. പറ ജസ്റ്റിക്ക് എല്ലാം പറയാനുണ്ടോ? എന്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ കുറിച്ചൊന്നും പറയാനില്ല ജസ്റ്റിക്ക്. അപ്പൊ ശ്രോതാക്കളെ എന്നത് ആ പാട്ട് വെക്കേണ്ടത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളോ? ഇതാണ് അവസ്ഥ. ഇത് ഞാൻ വെക്കും. ജസ്റ്റിക്ക് എന്നെ കുറിച്ച്, നമ്മള് പ്രേമിച്ചതിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ? ജസ്റ്റിക്ക് എന്നെ പ്രേമിച്ചപ്പോഴത്തെ ലവ് ലെറ്റർ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്. മറ്റേ സിനിമയിലെ ഉർവശിയെ പോലെ എനിക്ക് 2 പല്ല് പെട്ടെന്ന് എനിക്ക് 2 പല്ല് വന്നു. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, പോരാ. ഇത് ജസ്റ്റ് ഇനി എന്നാ പെടാൻ അപ്പോഴൊന്ന്. ഇത് ജസ്റ്റ് എന്നെ പ്രേമിച്ചപ്പോ അയച്ച ലെറ്റേഴ്സ്. ഇതല്ല കേട്ടോ, ഇനി ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് എന്റെ അലമാരിക്കകത്തൊന്നും മമ്മിക്ക് കിട്ടി. അലമാരി പെയിന്റ് അടിച്ചപ്പോ, ഗോദ്രേജിന്റെ അലമാരിയാണ്, അത് പെയിന്റ് അടിച്ചപ്പോ അതിനൊരു രഹസ്യം അറിയണ്ടായിരുന്നു. വൃത്തികെട്ടവന്മാര് ഗോദ്രേജുകാർ ഒന്ന് തള്ളി പൊളിച്ചാന്ന് തോന്നുന്നു. മമ്മി അതൊന്ന് നശിപ്പിച്ചേക്കല്ലേ കേട്ടോ. നോട്ടൊക്കെ നോക്കൂ നിങ്ങളൊക്കെ. എന്റെ ദൈവമേ, ശ്രീനന്ദനം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ടോ ബില്ലടിച്ചത്? എന്നെ ചെയ്ത് അത് എന്റെ ലവ് ലെറ്ററാണ് ഇരിക്കുന്നത്. ഇതാണ്ട് ജസ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴത്തെ കോഴ്സ് എന്തോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിന്റെ റെസിപ്റ്റ് കേട്ടോ. അതെങ്ങനെ ഇതിനകത്ത് വന്നേ? ആ സ്പിരിറ്റ് മൂത്ത് എഴുതിയപ്പോ വന്നതാന്ന് തോന്നുന്നു. ഇത് വേറെ എപ്പോഴോ സീരിയല. ജസ്റ്റിക്കുള്ള റൂൾസ്. ഈ പേപ്പറൊക്കെ ഉണ്ടോ ജസ്റ്റി? എന്റെ ദൈവമേ, ഇതൊക്കെ ജസ്റ്റിക്ക് ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ സൂം ചെയ്ത് കണ്ടുപിടിക്കണ്ട. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഇപ്പൊ നിങ്ങൾക്ക് ലാഗ് അടിക്കും. ഇതുണ്ടോ 2007 സോറി, ഞാൻ വർഷം പറയല്ല, വർഷം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്റെ ഈശ്വര. പക്ഷെ എന്നാലും മമ്മി ആ ലെറ്റേഴ്സ്, ലവ് ലെറ്റേഴ്സ് മുഴുവൻ കളയുണ്ടായിരുന്നു. ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അന്നൊക്കെ ലെറ്റർ എഴുത്തല്ലേ. ഇന്നത്തെ പിള്ളേർക്ക് ഇത് വല്ലതും അറിയോ? ഓപ്പൺ വിത്ത് സ്വീറ്റ് സ്മൈൽ. ഇത് ഞാൻ എഴുതാ, എന്റെ ഹാൻഡ് റൈറ്റിംഗാ. പോയി പേപ്പറിനൊക്കെ കളർ കണ്ടോ ജസ്റ്റ്? രാജാക്കന്മാരുടെ പോയി ഇത്രയും. ഇന്ന് രാത്രി ഇന്നെല്ലാം വായിക്കണം. നോക്കിക്കേ അമ്മേ. ഇതൊക്കെയാണ് ജസ്റ്റ് എനിക്ക് എഴുതിയ ലവ് ലെറ്റേഴ്സ്. നോക്ക് 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 നോക്ക്. നിനക്ക് റാങ്ക് 10ാം ക്ലാസ് നല്ല മാർക്ക് ഇല്ലായിരുന്നോ? ഓ എന്റെ ദൈവം, ഇതൊക്കെ നോക്കിക്കേ ജസ്റ്റ്. ഇതൊക്കെ വംശനാശം. ഇതൊക്കെ എന്താ ജസ്റ്റ് ഇത് എന്താ പറയുക, ചരിത്രത്തിന്റെ ഭാഗം കേട്ടോ. ഞാൻ ഇതൊക്കെ വെച്ച് കൂട്ടി വെച്ച് നിങ്ങൾ ഞങ്ങളെ വയസ്സ് കണ്ടുപിടിച്ചു. അമ്മേ, ഇതൊക്കെ ചരിത്രത്തിന്റെ സ്വർണ്ണ ലിപി ഒത്തിരി ഉണ്ട്. സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ട സാധനങ്ങളാണ്. ജസ്റ്റിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഞാൻ കാണിക്കണം? വേണ്ട, ജസ്റ്റിക്ക് നാണയമാണേ. ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇടുന്നു നിന്റെ ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ല. ഞങ്ങള് 2 പേരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ.
അതെല്ലാം എന്റെ ഹാൻഡ് റൈറ്റിംഗാ. അപ്പൊ ജസ്റ്റിയുടെ ലൗഡ് അല്ല ഇതാ ജസ്റ്റിയുടെ ഹാൻഡ് റൈറ്റിംഗ്. ഇത് എന്റെ ആണല്ലോ, ഇത് എന്റെയാ. അപ്പൊ ജസ്റ്റിയുടെ എന്തേ? അപ്പൊ ഞാൻ മാത്രം സൂക്ഷിച്ചു അപ്പൊ വെച്ചിട്ടുള്ളൂ. സോറി, ജസ്റ്റ് സൂക്ഷിച്ചു വെച്ചാ. ഞാൻ സൂക്ഷിച്ചു വെച്ചതൊക്കെ ജസ്റ്റ്. അപ്പൊ ഇത് സോറി കേട്ടോ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ ജസ്റ്റ് കേട്ടത് ജസ്റ്റ് സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഞാൻ സൂക്ഷിച്ചു നോക്കെ എന്റെ മമ്മി പിടിക്കും. എന്റെ അലമാരി ഉണ്ടായിരുന്നു, മമ്മി കത്തിച്ച് കളഞ്ഞു കാണും. ഷുവർ മമ്മിയല്ല, ഞാൻ കളഞ്ഞൊന്നുമില്ല, എന്റെ കബോർഡിനകത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ? കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ശരി എന്നാ എല്ലാം പറയണ്ടോ? പിന്നെ ഒരു ഞെട്ടൽ ഇതെല്ലാം കണ്ടിതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ശരി എന്നാ പോയച്ചു വരാം.